ദുബായ് മാളും ബുർജ് ഖലീഫയും ചുറ്റിക്കറങ്ങാം. മെട്രോ ലൈനിൽ ദുബായ് മാളും ബുർജ് ഖലീഫയും ചുറ്റിക്കറങ്ങാം. സബീൽ പാർക്കും പാം ജുമേറ സബീൽ പാർക്കും ഓടി നടന്ന് പുതിയൊരു പൂവിൻ ഓടി നടന്ന് പുതിയൊരു പൂവിൻ ജന്മം കൊതിച്ചിടാം. ഹേ ഹേ ഓ ഹേ ഹേ അയ്യോ അയ്യോ അമ്മേ. അല്ല, അവനെന്താ പ്രശ്നം? ഓനെല്ലാ ബാഴ്ചയിലും ഇത് തന്നെയല്ലേ? അയ്യോ ഇത് വല്ലാത്തൊരു ശല്യമായല്ലോ. വാ പോയി നോക്കാം. എന്റെ അമ്മോ. എന്താണ്ട് എനിക്ക് ജനിറ്റ് ഇങ്ങോട്ട് പാടാ. ഓ, ഒരു അത്യാവശ്യ സമയത്ത് ഈ ഡോക്ടറെ വിളിച്ചാ കിട്ടില്ലല്ലോ. എന്താ ചെയ്യാ എന്റെ കബീറെ? ബിനോയ്, ഇതൊന്ന് സമാധാനിക്ക്, ഡോക്ടർ ഇപ്പൊ വരും. എന്ത് സമാധാനം? എനിക്കിപ്പൊ നിക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ ഇപ്പൊ എന്താ? ഇതൊന്ന് ബേജാറാവണ്ടിരിക്കേ, എല്ലാം ശരിയാവും. ഇതൊന്ന് സമാധാനിക്ക്. തൽക്കാലം നീ ഒരു ഗ്ലാസ് വെള്ളം കുടിക്ക്. ഉള്ളൊന്ന് തണുക്കുമ്പോ എല്ലാം ശരിയാവും. നിങ്ങൾക്കത് പറഞ്ഞ മനസ്സിലാവത്തില്ല. എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ. ഡോക്ടർ വന്നു തോന്നളിയാ, ഒന്ന് പോയി നോക്കടാ. ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുമോനെ, ഞങ്ങൾ പോയി നോക്കിട്ട് വരാം. വാമനെ. ആരാണ് രോഗി? ദാ അവനാ യഥാർത്ഥ രോഗി. അത് ശരി, കിടക്ക്. കിടക്കാനോ? എന്തിന്? ദാ പോയി കിടക്കടാ. ഡോക്ടറെ, ഓന ആകെ ഒരു പരവേശാണെന്ന് ഓൻ പറയണത്. ചുമ്മാ എന്തായി കാണിക്കുന്നത്? കൈയെടുക്കടോ, ചെക്ക് ചെയ്യട്ടെ. അതായത് നമ്മുടെ ശരീരത്തിൽ ഓൾഡ് മങ്ങിന്റെ അംശം കുറയുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. കുഴപ്പമില്ല, ഞാൻ അതിന് പറ്റിയ നല്ലൊരു മരുന്ന് എഴുതി തരാം. അതെ, കുറിക്കാനും പറിക്കാനും നിൽക്കണ്ട. കയ്യിൽ എന്താ ഉള്ളത് കൊടുക്ക അങ്ങട്. അയ്യോ, എനിക്ക് വയ്യേ. പരവേഷം വേണ്ട, ഇപ്പൊ എന്റെ കൈവശമുള്ള മരുന്നങ്ങ് തരാം. എന്റെ ചക്കരെ, അടിച്ചില്ലേലും വേണ്ടിയില്ല, നിന്നെ ഒന്ന് കണ്ടാ മതിയടാ. ഓ, അനക്കിപ്പൊ മരുഭൂമിയിലും മഴ പെയ്ത അവസ്ഥയാണല്ലടാ ബിനോയി. അതെ, ഈ സൂട്ടും കോട്ടും വന്നിട്ട് നടന്നാ പോരാ, വല്ലപ്പോഴാ ഫോണെന്ന് എടുക്കണം. ഒന്നും പറയണ്ട, ഇന്നീ വ്യാഴാഴ്ച ആയ കാരണം പേഷ്യൻസിന്റെ വിളിയോട് വിളിയാ. വന്ന പാടെന്നാല് പുളിച്ച തെറിയ പറയണം ഞാൻ വിചാരിച്ചതാ കേട്ടാ. കുറച്ചൂടെ വൈകിയായിരുന്നെങ്കി താൻ ഇന്ന് വിവരം അറിഞ്ഞാനെ. ഓ എന്റെ ബിനോയ്, ഞാനിത് എത്ര കേട്ടിട്ടുള്ളതാ. എന്താ ആർത്തിയാടോ? ഇപ്പൊ ദാഹം തീർക്കാനുള്ളതായില്ലേ, അതണ്ണാക്കിലാക്ക്. ഇന്നിനി എന്നെ വിളിക്കരുത്. അതെ, ഒരു പെഗ് അടിക്കുന്നോ? അയ്യോ, ഡോണ്ടു. ഇതുപോലെ പല സ്ഥലത്തും പല പേഷ്യന്റും ചാകാൻ കിടക്കുക. ഞാൻ പോവാ. പോ, ഈ മരുന്ന് കിട്ടാണ്ട് ഇന്നിനി ആരും ചാവണ്ട. പറഞ്ഞു തീർന്നില്ല, അതാ വിളിക്കുന്നൊരു രോഗി. ഹലോ, ഫ്ലാറ്റ് നമ്പർ 302 है ना? हाँ, मैं अभी आएगा. വേറൊരു പേഷ്യന്റാ, അവന് ബെക്കാടി ഫോബിയ. നാട്ടുകാരുടെ തെറി കേട്ട് മതിയായി. ഞാൻ പോവാ. ഡോക്ടർ സാറേ, ഓ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണം. നിങ്ങളെപ്പോലുള്ള ഡോക്ടർമാരെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി നമ്മുടെ മലബാറി സിഐഡിമാർ പാത്തും പതുങ്ങിയും നടക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം കേട്ടോ. എന്ത് ചെയ്യാനാ ബായ്, ജീവിക്കണ്ടേ?
ഈ വേഷം കെട്ടി തന്നെ ആകണം. ആ, ഞാൻ ഇറങ്ങാം. ഓക്കെ. എടാ മാഷെ സമയം എത്രയെന്നറിയോ? 2 അടിക്കണ്ടേ? പിന്നെ വേണ്ടേ? വാ പോയി കഥ അടയ്ക്ക്. വാ. ഞാൻ ഏതായാലും 2 അടിക്കാൻ പോവാ. ഈ രാജേട്ടൻ ഇതോടെ പോയി കിടക്കുക. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, പള്ളിയിലെങ്ങാൻ പോയതായിരിക്കും. എന്റെ ബിനോയ്, ഇതൊരു നസ്രാണിയാന്നൊക്കെ പറയണ്ടല്ലോ. വല്ലപ്പോഴും പള്ളിയിലൊക്കെ പോയിക്കൂടെ എനിക്ക്? പോവാടാ, അടുത്ത ദുഃഖ വെള്ളിയാഴ്ച ഉറപ്പായിട്ടും ഞാൻ പള്ളിയിൽ പോയിരിക്കും. പോവും. ഈ പറഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നില്ലേ? അന്ന് നീ അടിച്ച് ഫിറ്റായിട്ട് ഇവിടെ കിടക്കല്ലായിരുന്ന? അതിനടുത്ത ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇനി 1 വർഷമില്ലേ. വല്ലാത്തൊരു ജന്മം തന്നെ. സമ്മതിച്ചു തന്നിരിക്കുക നിന്നെ. ഓന്റെ കാര്യം വിട്ടേക്ക്, ഓനൊന്നും ശരിയാവൂലെന്നേ. അല്ലെങ്കിലും ശരിയാവുമ്പോല്ല. എടാ ഭദ്ര, ഇവൻ എന്തിയ മാഷേ? അവിടെ എങ്ങാനും കാണുന്നേ. എടാ ഭദ്ര, നീ എവിടുന്ന ഗ്ലാസും ടച്ചിങ്സും എടുത്തിട്ട് വാടാ. അതെ, രാജേട്ടൻ വരുമ്പോ വരട്ടെ, നമുക്ക് 2 അടിക്കാം. പിന്നല്ലാതെ. ഈ ഇങ്ങോട്ട് പൊട്ടിച്ചാടിക്കട ബിനോയ്. ഞാനിതാ എത്തി. ഭദ്ര, നിനക്കറിയില്ല ഇന്നത്തെ കുക്കിംഗ് നിന്റെ ആണെന്ന്? ഓ, അറിയാം. ഇന്ന് കമ്പനിയിൽ ഇത്തിരി പണി ഉണ്ടായിരുന്നു, അതാ താമസിച്ചത്. കുക്കിംഗ് അല്ലേ, അതിപ്പോ ശരിയാക്കി തരാം. കബീർ പറഞ്ഞ ഓടിക്കട്ടേടാ, നല്ല ഉറക്കം കിട്ടൂടാ. ഇങ്ങളോ നശിച്ചു, അനക്കിനി എന്നെ കൂടെ നശിപ്പിക്കണം. ഞമ്മക്കിത് പറഞ്ഞ പണിയല്ല. എന്തോ കള്ളിന്റെ കാര്യത്തിൽ മാത്രമേ നിനക്ക് ഈ ഹറാമുള്ളൂ അല്ലേ? കാശുണ്ടാക്കാൻ വട്ടിപ്പലിശക്ക് കൊടുക്കാൻ ഒരു മടിയില്ലല്ലോ. എന്നാലും ഇന്ന് പറഞ്ഞ ആകാല്ലേ? അല്ല, ഇതിപ്പോ ഏതാ ബ്രാൻഡ്? ജയാൻബി. ഓ, അതാണാ? എന്നാ പിന്നെ ഒന്നൊഴിക്ക്. ഞമ്മള് വിചാരിച്ച്. എന്ത് വിചാരിച്ചു? വേണേ എടുത്ത അടിയടാ, ഇനി ഞാൻ പറയില്ല കേട്ടോ. എവിടെ പോയിരിക്കായിരുന്നു രാജേട്ടാ? കാത്തിരുന്ന് ഞങ്ങൾ മടുത്ത്. ദേ ഞങ്ങൾ 2 വീശിട്ടാ. എനിക്കിന്ന് മദ്യം വേണ്ട. എന്തു പറ്റി രാജേട്ടാ? ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. രാജേട്ടന് എന്തോ കാര്യമായ വിഷമമുണ്ട്. എന്താ രാജേട്ടാ? എന്റെ ജോസേട്ടൻ എന്നെ വിട്ടുപിരിഞ്ഞു പോയ ദിവസമാണെന്ന്. ജോസേട്ടനാ? ഏത് ജോസേട്ടൻ? എന്നെ ഞാനാക്കിയ ജോസേട്ടൻ. ജോസേട്ടനാ? ഇതുവരെ കാണാത്തൊരു ജോസേട്ടൻ? അല്ല രാജേട്ടാ, ഈ പറയുന്ന ജോസേട്ടൻ ഇപ്പൊ എവിടെയാണ്? എന്നെ വിട്ടു പോയി, സ്വർഗത്തിലേക്ക് പോയി. അല്ല, ഈ ജോസേട്ടൻ രാജേട്ടന്റെ ഇക്കണ? സഹോദരനല്ല, എന്നാൽ സഹോദരനേക്കാൾ വലിയ സ്ഥാനമാണ് അദ്ദേഹത്തിന് എന്റെ ജീവിതത്തിലുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ടാക്സി ഡ്രൈവർമാരായി ജോലി ചെയ്തിരുന്നത്. എന്നുണ്ടാ? കുഴപ്പമില്ല, സുഖം. ജോസേട്ടാ. രാജ, എന്തു പറയുന്നു? മക്കളുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞോ ജോസേട്ടാ? പരീക്ഷയെല്ലാം കഴിഞ്ഞു രാജ. ഇപ്പൊ വെക്കേഷനാണ്, കളിച്ചു നടക്കുക. ജോസേട്ടാ, മോന്റെ പഠിപ്പ് കഴിഞ്ഞാലേ ആ ഗഡി നിങ്ങൾ കൊണ്ടുപോട്ടാ. പഠിപ്പ് കഴിയട്ടെ മോനെ. അവനെ എന്തായാലും എന്നെ പോലെ ടാക്സി ഡ്രൈവറാക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. നല്ലൊരു സ്ഥാനത്ത് അവനെ എത്തിക്കണം. അതാണ് എന്റെ ഒരു സ്വപ്നം മോനെ. ജോസേട്ടാ, ഓ, കുട്ടികളെല്ലാം നല്ലോണം പഠിക്കില്ലേ? നല്ലപോലെ പഠിക്കുന്നുണ്ടെന്നും ഭാര്യയുടെ കത്തിലുണ്ട്. ഓ, പിന്നെ അപ്പനില്ലാത്ത കുറവ് കുറച്ചൊക്കെ കാണാതിരിക്കുവോ? അതെ അതെ, ആവശ്യത്തിന് കുസൃതിയൊക്കെ ഉണ്ട്. ജോസേട്ടന്റെ മക്കളൊക്കെ നല്ല മിടുക്കരായിട്ട് വളരും, അതിലൊരു സംശയമില്ല.
ഞാനെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുക രാജ. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. താൻ പാതി ദൈവം പാതി നല്ലേ രാജ ചൊല്ല്. വിത്ത് ഗുണം 10 ഗുണം എന്നൊരു ചൊല്ലുണ്ട്. ഈ അപ്പന്റെ മക്കള് മോശക്കാരാവോ? തിളങ്ങില്ലേ അവര്? തിളങ്ങും. മോഹന ഇജ്ജത് പറയണം. ആന്റെ തട്ടിപ്പ് തരികിടെ കണ്ടാല് നാട്ടിലുള്ള ഇത്തുണ്ട് ഇത് വല്ലത് അറിയണ്. ആ എന്തായി ജോസേട്ടാ ഫാമിലിയെ കൊണ്ടിരുന്ന കാര്യം? കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ട് എന്റെ രാജ. നമ്മള് ടാക്സിക്കാർക്ക് ഇതൊന്നും പറഞ്ഞിട്ടുള്ളതല്ലടോ. അത് വിട്, ഞങ്ങളുടെ കാര്യം നോക്കണ്ട. ഞങ്ങളെ പോലെ അല്ലല്ലോ ജോസേട്ടൻ. ജോസേട്ടൻ വേണമെന്ന് വെച്ചാ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും. മോഹനം പറയണ ശരിയാ. ഞമ്മളെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലെങ്കിലും ജോസേട്ടനെ കൊണ്ട് അതിന് കഴിയും. ജോസേട്ടന്റെ ഭാര്യയും മക്കളെയും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവരുടെ രൂപവും ഭാവവും ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അത്രമാത്രം ജോസേട്ടൻ അവരെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ? ജോസേട്ടന്റെ കുടുംബം വന്നിട്ട് വേണം നേരെ ചൊവ്വേ നല്ല ഭക്ഷണം വല്ലതും കഴിക്കാൻ. ഈ പകന് എപ്പോഴും തീറ്റിയുടെ ഒരു വാർത്താനേ ഉള്ളൂ. ഓ ഇത് കേട്ടാ തോന്നും ഈ മോഹനവർമ്മ തമ്പുരാൻ ഒന്നും കഴിക്കാതെ ഇങ്ങനെ പട്ടിണി കിടക്കുക. അല്ല മോഹന, ഈ കഴിക്കുന്നൊന്നും ദേഹത്ത് കാണുന്നില്ലല്ലോ. ടാക്സി. ആ എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട്, ഞാൻ പോയിട്ട് വരാം. ആ ശരി. എന്താ ജോസേട്ടാ കൊച്ചുകുട്ടികളെ പോലെ? ഞങ്ങൾക്ക് ധൈര്യം തരേണ്ട ജോസേട്ടനാണോ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരയുന്നത്? അത് പാടില്ല. ഞാൻ എന്റെ പഴയ കാലത്തേക്ക് അറിയാതെ പോയതാ രാജ. പലതും ഓർത്തപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി രാജ. എനിക്കറിയാം ജോസേട്ടാ, ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യയും 2 കുഞ്ഞുമക്കളും. എന്റെ ഭാര്യയെ എപ്പോഴും ജോസേട്ടന്റെ ഭാര്യയും മക്കളെയും കുറിച്ച് അന്വേഷിക്കാറുണ്ട്. ആ തുടങ്ങിയൊക്കെ അരച്ചിലും പിഴിച്ചിലും സമാധാനിപ്പിലും ഒക്കെ ഇതെന്തുട്ട് പരിപാടി ഇഷ്ട. എടാ മോഹന, അനക്കറിയില്ല അതിന്റെ വേദന എന്താന്ന്. ആദ്യം പോയിട്ടൊരു പെണ്ണ് കെട്ട്, അപ്പൊ അനക്ക് മനസ്സിലാവും പിരിഞ്ഞിരിക്കണതിന്റെ വേദന എന്താ. ഇതെന്തുട്ട് ഈ പറയണേ? എല്ലാവരും പറയണേ പെണ്ണ് കെട്ടിയ സന്തോഷം ഉണ്ടാവുന്നാണല്ല. അയ്യേ, ഇങ്ങനെ വേദനിക്കണ വെച്ചാ പെണ്ണ് കെട്ടുന്ന പരിപാടിക്ക് ഞാനില്ലാട്ടാ. അത് തന്നെയാ നിനക്ക് നല്ലത്. അമ്പലക്കാളെ പോലെ ഇങ്ങനെ അലഞ്ഞു നടന്നു. നീ വീട്ടിൽ എല്ലാ മാസവും പൈസ അയക്കുന്നില്ലെന്ന് കേട്ടല്ലോടാ, അത് ശരിയാണോടാ? ജോസേട്ടാ, അത് ഞാൻ അതെങ്ങനെയാ? കിട്ടണ കായ് മുഴുവൻ കള്ളു കുടിക്കാനല്ലേ ഉള്ളൂ ഓന്, അല്ലാണ്ട് വല്ല ചില്ലിണ്ടാ? എന്താ കഥ മോഹന, കുറച്ചു നാളായി നിന്റെ കള്ളൂടി കുറിച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഏയ് ഞങ്ങളാരും ശ്രദ്ധിക്കില്ല എന്ന് കരുതണ്ട. മോഹന, നീ ഇപ്പൊ ഒറ്റത്തടി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചാ മതി എന്ന് തോന്നും. നാളെ നീ ഒരു പെണ്ണൊക്കെ കെട്ടി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിതം എന്താണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ നീ വന്ന വഴികളൊന്നും ശരിയല്ലെന്നും ചെയ്തതെല്ലാം മണ്ടത്തരങ്ങളാണെന്നും നീ തിരിച്ചറിയാൻ പോകുന്നത്. അന്നേരം നിനക്ക് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല മോഹന. അതിന് ഇവന് പെണ്ണ് കിട്ടിയിട്ട് വേണ്ട ജോസേട്ടാ. ആ രാജ, നിന്റെ പെങ്ങടെ കല്യാണക്കാരി എന്തായി? പല ആലോചനകളും വരുന്നുണ്ട്, ഒന്നും ഇതുവരെ ശരിയായി. കഴിഞ്ഞ തവണ ഒരു കാര്യം ഏതാണ്ട് ശരിയായെന്ന് പറഞ്ഞല്ലോ, അതെന്തായി? ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടമായി. പക്ഷേ പിന്നെന്തോ ഒരു പക്ഷേ രാജേട്ടാ. അതെന്തുട്ട് എത്ര ചോദിക്കാൻ? മറ്റൊന്നുമല്ല, ചെക്കന്റെ വീട്ടുകാര് നല്ല സ്ത്രീധനം ചോദിച്ചിണ്ടാവും. അല്ല രാജേട്ടാ? ജോസേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ രാജ, സ്ത്രീധനത്തിന്റെ പേരിൽ നിന്റെ പെങ്ങളുടെ കല്യാണം മുടങ്ങാൻ പാടില്ല. നിന്റെ പെങ്ങള് എന്റെ മാത്രമല്ല
ഞങ്ങളുടെ എല്ലാവരുടെയും പെങ്ങളാ. അതുകൊണ്ട് നിനക്ക് എത്ര രൂപയുടെ അത്യാവശ്യമുണ്ട്? ബാക്കി കാര്യങ്ങൾ എനിക്ക് വിട്ടതാ, ഞാൻ നോക്കിക്കോളാം. നിനക്ക് എത്ര രൂപയുടെ അത്യാവശ്യമുണ്ടെന്ന് പറ. ജോസേട്ടാ, ഇത്രയും വലിയൊരു സംഖ്യ. രാജേട്ടാ, ജോസേട്ടൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ പെങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും പെങ്ങളാ. നിങ്ങളുടെ പെങ്ങളുടെ കാര്യത്തില് ഞങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടെന്ന് നിങ്ങൾ കൂട്ടിയാ മതി. ജോസേട്ടാ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇന്നു മുതൽ കള്ളുകൂടി കുറയ്ക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ പൈസ എടുത്ത് രാജേട്ടന്റെ പെങ്ങളുടെ കല്യാണത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തു പറയണു? രാജ, നീ സമാധാനമായിട്ടിരിക്കേ. നീ ഒറ്റയ്ക്കല്ല, നമ്മൾ എന്നും ഒന്നാണ്. നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ജോസേട്ടാ, കൂടപ്പിറപ്പുകൾ പോലും ചെയ്യാൻ മടിക്കുന്ന വലിയ കാര്യമാണ് കൂടെ താമസിക്കുന്ന നിങ്ങൾ എനിക്ക് ചെയ്തു തരുന്നത്. എന്നെ ചങ്ക് പൊട്ടുന്നു ജോസേട്ടാ. ജോസേട്ടൻ എന്റെ നല്ല സുഹൃത്തായിരുന്നു. എന്റെ എല്ലാമായിരുന്നു. എല്ലാ ആപത്തുകളിലും സഹായിക്കുന്നവനായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം എന്നെ ആകെ തളർത്തിക്കളഞ്ഞു. എന്റെ രാജേട്ടാ, രാജേട്ടന്റെ ജോസേട്ടൻ എന്താ പറ്റിയേ? വല്ല അസുഖം പിടിച്ചു മരിച്ചതാണോ? അസുഖം പിടിച്ചതല്ല, അസുഖം പിടിപ്പിച്ചതാ. അസുഖം പിടിപ്പിച്ചതാ? മനസ്സിലായില്ല. അസുഖം പിടിപ്പിച്ചത് തന്നെ. ഇന്റെ മോഹനാ, കണ്ണടച്ച് പാല് കുടിച്ച പൂച്ചാകുന്ന അറിയില്ല എന്നാ എന്റെ വിചാരം. ഇല്ല മോഹന, ഞമ്മളാരും ഒന്നും കണ്ടിട്ടില്ല. എന്തുട്ടാ പറയാ? വേണ്ടാന്ന് ഞാൻ തന്നെ എന്നോട് പലവട്ടം പറഞ്ഞതാ. പക്ഷെ കൺട്രോളാ പോയി. അതാ ഉണ്ടായേ. BSFന്റെ അവസാന ദിവസമായി ഇന്ന് മെഗാ നറുക്കെടുപ്പിൽ മെഗാ സമ്മാനമായ 10 കിലോ സ്വർണം നേടിയിരിക്കുന്നത് ദുബായിലുള്ള ജോസ് തൈക്കാടൻ. ജോസ് തൈക്കാടന് എല്ലാവിധ ആശംസകളും നേരുന്നു. മോഹന, ജോസ് തൈക്കാടൻ, ഹംസഭായ്, ഇത് നമ്മുടെ ജോസേട്ടന്റെ പേരല്ലേ? തന്നെന്ന് നമ്മുടെ ജോസേട്ടന്റെ പേര് തന്നെ. ജോസേട്ടാ, എന്താടാ? അടിച്ചു ജോസേട്ടാ, അടിച്ചു. എന്താ അടിച്ചേ? അടിച്ചെന്ന്. എന്താ അടിച്ചടാ? ആരടിച്ചേ? അടിച്ചു ജോസേട്ടാ. ഒരു അറബി വന്ന് നിൽക്കുന്നുണ്ട്, എന്തോ DSF എന്നോ മറ്റോ പേര് പറഞ്ഞിട്ട്. എന്താ വല്ലതും അറിയോ? अस्सलाम वालेकुम। वालेकुम सलाम। फिलहाल अल्हम्दुलिल्लाह। Alamin DSF Mr. Jose Taikardan. You are Mr. Jose? ഞാനാ. Congratulations. You are the winner of 10 kilos of gold. Okay. Dubai Shopping Festival Committee for the year 1995. DSF proudly announces that Mr. Jose Taikardan is the winner for 10 kilograms of gold. അപ്പൊ രക്ഷപ്പെട്ടൂല്ലേ? ജോസേട്ടൻ രക്ഷപ്പെട്ടല്ലേ? നിന്റെ പണി കഴിഞ്ഞ വെച്ചല്ലേ? പോടേ ഇയാളൊരു വലിയ പോ. രായട്ടാ, അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചുപൊളി ആയിരുന്നിരിക്കൂല്ലേ? ആ, അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫാമിലിയെ കൊണ്ടുവന്നു, വലിയൊരു വില്ല വാങ്ങിച്ചു, മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു, അവസാനം അവർക്ക് വേണ്ടി നല്ലൊരു ബിസിനസ്സും തുടങ്ങി വെച്ചു. എന്നാ ജോസേട്ടന്റെ ജീവിത രീതിയിൽ ഒരു മാറ്റവും വരുത്തിയില്ല.
അതെങ്ങനെയാണ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാ ജോസേട്ടന്റെ ഫാമിലി ജീവിച്ചത് നല്ല അടിപൊളി 5 സ്റ്റാർ സ്റ്റൈലില്. എന്നാ ജോസേട്ടൻ ജീവിച്ചതോ വെറും ഒരു ടാക്സി ഡ്രൈവറായിട്ട്. അതെങ്ങനെയാ രാജേട്ടാ ശരിയാവുക? അവിടെയാണല്ലോ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളിൽ നിന്നും വലിയ വഴക്കുകളിലേക്ക് ആ കുടുംബം വഴുതി വീണു. പുണ്യാളാ, വേണേ വന്ന് വലുതും കഴിച്ചോ. മോനു, ഡിന്നർ റെഡി. Let's meet today. Julie, food is ready. Yes, Mama. Yeah, I'm coming. Come fast. Yes. Okay. I'll call you back. Okay, bye. What is this? Oh, what a dirty smell it is. Oh, this old man is horrible. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുളി കഴിഞ്ഞാൽ കുറച്ച് പൗഡർ ഇടണമെന്ന്? നാറിയിട്ട് മനുഷ്യൻ ഇരിക്കാൻ വയ്യ. അതെങ്ങനെയാ? വൃത്തിയിലും വെടുപ്പിലും ജീവിച്ച ശീലമില്ലല്ലോ. ടാക്സി ഡ്രൈവറാണ് പോലും മനുഷ്യന്റെ മാനം കളയാനായിട്ട് ഇങ്ങനെ ഒരു ജന്മം. എന്റെ ട്രീസ, നിനക്ക് ഈ പണവും പത്രാസും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ എന്റെ വേർപ്പിന്റെ നാറ്റം നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 4 പുത്തൻ കയ്യിൽ വന്നപ്പോ നീ ആളാകെ മാറിപ്പോയി. നിനക്ക് മക്കൾക്കും എന്നെ പിടിക്കാതായി പോയില്ലേ? Mama, I can't eat with this old dirty man. Mom, I will eat later. After this old man is eating. മനുഷ്യ, നിങ്ങൾ കണ്ടില്ലേ മക്കൾ ആഹാരം കഴിക്കാതെ പോയത്? ഞാൻ കാരണം നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കണ്ട, ഞാൻ എഴുന്നിട്ട് പോയിക്കോളാം. മനുഷ്യ, നിങ്ങൾ കണ്ടില്ലേ മക്കൾ ആഹാരം കഴിക്കാതെ പോയത്? Mama, I can't eat with this old dirty man. Oh, this old man is horrible. ദേ മനുഷ്യ, ഞങ്ങൾ കിടക്കാൻ പോവാ. വൃത്തിക്കും വെടുപ്പിനും ജീവിക്കാന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറിയാ മതി, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കിടന്നോ. ഞാനിവിടെ കിടന്നോളാം, നീ വാതിലടച്ച് പോയി കിടന്നോ. ഓ, ഇനി മുതൽ നിങ്ങൾ ഇവിടെ കിടന്നാ മതി. ഇതാ നിങ്ങൾക്ക് പറ്റിയ സ്ഥലം. ദാ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ. അങ്ങനെ ജോസേട്ടന്റെ കുടുംബം ജോസേട്ടനിൽ നിന്ന് അകന്നുപോയി. Hey, ladies and gentlemen, today's party is dedicated to Teresa, Julie, and Justin. Here comes Teresa, Julie, and Justin. अखियां मिलाओ कभी अखियां चुराओ, क्या तूने किया जादू?
dance with me. And now, I invite star of the night, Justin! Doom again and run away with me on a roller coaster ride. Doom again and see your wildest dreams slowly come alive. Doom again, we gotta break the rules and party all the time. Doom again, we gotta steal the show, you know that ain't no crime. So steal all that you can, the magic you began. Let's shout, break out, come on once again, let's hear it. Thank you very much. Yeah, thank you. Ladies and gentlemen, now the dinner is being served. Please move that way. Thank you. Thank you so much. Nice performance, Manu. Come on. ട്രീസ, ഡിന്നർ കഴിക്കാതെയാണോ പോകുന്നേ? പോയിട്ട് അത്യാവശ്യമുണ്ട്. വെർ ഇസ് യുവർ ഹസ്ബൻഡ്? ഞാൻ ഒരിക്കലും കണ്ടിട്ടേ ഇല്ലല്ലോ. Our dad is a great businessman. Yes. He will be always on tour and traveling. Yes, yes. Come, come. Let's go. Okay, bye. Bye. ഗ്രേറ്റ് ബിസിനസ്മാൻ. അവരെ ഡ്രൈവർ ജോസിന്റെ വൈഫാണെന്നേ ആർക്കും അറിയില്ലെന്നാ വിചാരം. Bye, uncle. Bye, Molu. Okay, bye, uncle. Bye. Bye. Bye, Jerome. Okay, Teresa. Thank you so much. This old man is still here. The stinking old man. ബാച്ചിലറായി കഴിഞ്ഞിരുന്നപ്പോ ഹോട്ടലിൽ നേറിയാൽ ഒരു ചായ എല്ലാം സ്വന്തമായി വെച്ചുണ്ടാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നിട്ടിപ്പോ കുടുംബം വന്നപ്പോ എന്തായി? എല്ലാം മറിച്ചായി. വീട്ടിൽ നിന്ന് ആഹാരം കിട്ടിയാലായി. അങ്ങനെ അന്നും ജോസേട്ടൻ പട്ടിണി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ദൈവമേ, എന്റെ ഭാര്യയും മക്കളെയും നീ സംരക്ഷിക്കണമേ. അവർക്കൊരാപത്തും പറ്റരുതേ ദൈവമേ. നിന്റെ കരങ്ങളിൽ ഞാൻ അവരെ സമർപ്പിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആ ജോസേട്ടനെ ഒരു പാവായത് കാരണ. ജോസേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ പെണ്ണുമ്പിളുടെ കാലെ പിടിച്ച് താഴെ അടിച്ചാനെ. അറിയോ? അല്ല രാജേട്ടാ, ഈ ജോസേട്ടന് ഇത്രയും സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടും എന്താ ജീവിത രീതി മാറ്റാഞ്ഞ്? ഒന്നാമത് അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമില്ല. പിന്നെ ആകെ അറിയാവുന്ന പണി ഡ്രൈവിംഗാ. അതും വർഷങ്ങളായി ശീലിച്ചു പോകുന്നത്. ഉള്ള പണിയില് അങ്ങേയറ്റം ആത്മാർത്ഥതയാണ്. അതുകൊണ്ട് ആ ജോലിയിൽ നിന്ന് ഒഴിവാകാൻ അദ്ദേഹം തയ്യാറുമല്ല. വീട്ടുകാർക്കാണെങ്കിൽ അദ്ദേഹം ആ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല. അമ്മയും മക്കളും അദ്ദേഹത്തെ പറയുന്ന വാക്ക് കേട്ടാൽ
ഹോ, സഹിക്കില്ല. This old man doesn't know English. How can he communicate with people? I'm ashamed to call him as my dad. My friends always ask about my father. I always tell them, he is traveling, he is big businessman, he is jet setting. ജെറ്റ് സെറ്റിംഗ്. ഇടിഞ്ഞു പൊളിഞ്ഞ ടാക്സിക്കകത്ത് അയാളുടെ ഒരു ജെറ്റ് സെറ്റിംഗ്. എന്റെ റബ്ബേ, ഞാൻ എന്താ ഈ കേക്കണേ? ജോസേട്ടൻ എല്ലാ കാര്യവും എന്നോട് പറയും. എന്നാലേ അദ്ദേഹത്തിനൊരു സമാധാനം കിട്ടും. ആ ഇടയ്ക്ക് വേറൊരു കമ്പനിയിൽ എനിക്ക് ഡ്രൈവറായി ജോലി കിട്ടി. ഇന്ന് വണ്ടിയൊന്നുമില്ല രാജ. അതല്ല ജോസേട്ടാ, അന്നൊരിക്കൽ ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് ശരിയായി. അതുകൊണ്ട് ഞാൻ എന്റെ വണ്ടി അറബിക്ക് കൊടുത്തു. അതുകൊണ്ട് നിങ്ങളോടൊക്കെ യാത്ര പറയാൻ വന്നാ. നല്ല ശമ്പളമൊക്കെ ഉണ്ടല്ലോ. തരക്കേടില്ലാത്ത ശമ്പളമുണ്ട്. പിന്നെ 8 മണിക്കൂർ ജോലിയേ ഉള്ളൂ. ഏതായാലും ടാക്സി ഓടിച്ച് കിട്ടുന്നതിനേക്കാൾ വളരെ ഭേദപ്പെട്ട ശമ്പളം കിട്ടും. ആണോ? ഇപ്പൊ എന്തായാലും ആശ്വാസമുണ്ട് ജോസേട്ടാ. നല്ല കാര്യം. ഇവിടെ എത്ര ജോലി ചെയ്താലും എത്ര പൈസ കിട്ടിയാലും ടെൻഷൻ മാത്രമേ ഉള്ളൂ ബാക്കി രാജ. നീ എങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. പക്ഷേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. നീ എനിക്കൊരു കൂട്ടായിരുന്നു. ജോസേട്ടാ, വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് രാവിലെ തന്നെ ഞാനിവിടെ എത്തിയിരിക്കും. അപ്പം നമുക്ക് മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാന്നേ. എന്റെ എല്ലാ വിഷമങ്ങളും തുറന്നു പറയാൻ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നീയും പോകുന്നു. ഞാനീ ലോകത്ത് ഒറ്റപ്പെട്ടു പോയില്ലേ രാജ? നീ പോയിട്ട് വാ, എല്ലാം ശരിയാവും. രാജേട്ടാ, രാജേട്ടൻ പറ. പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. പറയുന്തോറും വിഷമം കൂടുക. എന്നാലും പറഞ്ഞു തീരുമ്പോ ഒരാശ്വാസം. കുറച്ചകലെയായിരുന്നു ആ കമ്പനി. അതുകൊണ്ട് ഡെയിലി ജോസേട്ടനെ കാണാൻ പറ്റാതെ. എന്നാലും എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ജോസേട്ടനെ പോയി കാണാറുണ്ട്. ആ വില്ലയിൽ ഞാൻ ഇരിക്കുമ്പോ തന്നെ എന്നെ വേദനിപ്പിച്ച ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പലതും എന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. ഞാൻ അന്നൊരു ദിവസം അവിടെ നിന്നിറങ്ങാൻ അല്പം വൈകി. ഭക്ഷണത്തിന്റെ സമയമായിരുന്നു. ജോസേട്ടാ, സമയം ഒരുപാടായി. ഭക്ഷണം കഴിക്കുന്നില്ലേ? എന്നാ ഞാനവിടെ ഇറങ്ങിക്കോട്ടെ. രാജ, നീ ഇവിടെ ഇരിക്കേ. ഇന്ന് നീ എന്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. മോളെ ജൂലി. യെസ് മാമ. ആ മൂലയിലിരിക്കുന്ന 2 ശവങ്ങൾക്ക് കൊണ്ട് കൊടുക്ക്. രാജ, എനിക്കിതൊക്കെ ശീലമായി പോയി. നീ ഇതൊന്നും കാര്യമാക്കണ്ട. വാ, നമുക്ക് ഇന്നൊരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. ജോസേട്ടന് മക്കളുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയായിരുന്നു. അവരെ വളരെ ഉയർന്ന നിലയിൽ എത്തിക്കണമെന്ന് എപ്പോഴും എന്നോട് പറയും. മകളെ ഒരു ഡോക്ടറാക്കിയിട്ട് നല്ലൊരു ഡോക്ടറെ കൊണ്ട് കെട്ടിക്കണം. നമ്മളോ പഠിച്ചില്ല, കുട്ടികളെങ്കിലും പഠിച്ച് നന്നാവട്ടെ. എന്താ, ശരിയല്ലേ രാജ? ശരിയാണ്. പക്ഷെ അതിനൊക്കെ വേണ്ടിയുള്ള പണം വേണ്ടേ? ഇതിനെല്ലാം ദൈവം തമ്പുരാൻ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വഴി
ഒരുപാട് പണം തന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ആകെ അറിയാവുന്നത് ഈ വളയം പിടിക്കില്ല. ഈ പണി വിട്ടാല് എനിക്ക് വേറെ പണിയൊന്നും അറിയില്ല. എന്റെ കെട്ടിയോളുണ്ടല്ലോ, അവക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. എന്നെങ്കിലും മനസ്സിലാവുമായിരിക്കും, അല്ലേ രാജ? എല്ലാം ശരിയാവും. ആ, ചില വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകും. അന്നാണ് ജോസേട്ടൻ മനസ്സു തുറന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതും. ജോസേട്ടാ, അവിടെ ഇരിക്കാം. ജോസേട്ടാ, അവിടെ ഇരിക്കാം. പതുക്കെ. സാരമില്ല, മാറും. രാജ, നാളെ നിനക്ക് ജോലിക്ക് പോകാനുള്ളതല്ലേ? നീ പൊയ്ക്കോ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ജോസേട്ടാ, ശ്രദ്ധിക്കണം, പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഇന്നെങ്കിലും അകത്തു പോയി കിടന്നുകൂടെ? ഇല്ലടോ, എനിക്ക് അകത്ത് കിടന്ന ഉറക്കം വരില്ല. എന്റെ ചുമ കേട്ട് ട്രീസയ്ക്ക് മക്കൾക്ക് ഉറക്കം വരില്ല. എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നേ? ഞാൻ ഇവിടെ കിടന്നോളാം, നീ പൊയ്ക്കോ. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ ജോസേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. അടുത്ത ആഴ്ച വരാം. ആ, ഓക്കേ. ഇത്രയും വലിയ വീടുണ്ടായിട്ടും ഒരു ദിവസം പോലും ആ പാവം ജോസേട്ടന് അതിനകത്ത് കിടന്നുറങ്ങാൻ യോഗം ഉണ്ടായിട്ടില്ല. ആ പാവം ജോസേട്ടനെ സുഖമില്ലാതെ ഞാൻ അവിടെ കൊണ്ടുവന്ന് കിടത്തി. ആരറിയാൻ? അമ്മയും മക്കളും അതിനകത്ത് കിടന്ന് ആടി തിമിർക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പ്രശസ്ത ഗായികയായ റീജ പത്മകുമാറിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ റീജയെ സ്റ്റേജിലേക്ക് സാദരം ക്ഷണിക്കുന്നു. परदेसी जाना नहीं, मुझे छोड़ के परदेसी मेरी याद वादा निभाना, मुझे याद रखना कहीं भूल न जाना, परदेसी जाना नहीं, मुझे छोड़ के Hi everyone. Now I invite my brother to do a small number of his dancing skills. एक पल का जीना फिर तो है जाना, तोहफा क्या लेके जाइए दिल ये बताना, पल का जीना फिर तो है जाना, तोहफा क्या लेके जाइए. ജോസേട്ടന്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് ആ ഒരാഴ്ച തള്ളി നീക്കാൻ ഞാൻ ഒരുപാട് വിഷമിച്ചു പോയി.
അടുത്ത വെള്ളിയാഴ്ച അതിരാവിലെ തന്നെ ഞാൻ ജോസേട്ടനെ കാണാൻ പോയി. ഞാൻ പോയപ്പോൾ കുറച്ച് ഭക്ഷണവും കൂടെ കയ്യിൽ കരുതി. ഞാൻ അവിടെ ചെന്നപ്പോ എന്താ അവിടുത്തെ അവസ്ഥ? ജോസേട്ടന്റെ ഭാര്യയും മക്കളും ട്രീസയുടെ സഹോദരിയുടെ മകളുടെ കല്യാണത്തിന് നാട്ടിൽ പോകാൻ ഒരുങ്ങി നിൽക്കുക. ആ പാവം ജോസേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട്. രാജാ, നീ വന്നല്ലോ. ഞാനിന്നിവിടെ ഒറ്റയ്ക്കായി. എന്തു പറ്റി? ട്രീസയും മക്കളും നാട്ടിൽ പോവാ. പ്രത്യേകിച്ച് അവളുടെ സഹോദരിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി. അകത്ത് പെട്ടികെട്ടലും ബഹളമാണ്. ജസ്റ്റിൻ, പെട്ടി കെട്ടിയോ? അങ്കിൾ ഇപ്പൊ കാറായിട്ട് വരും. അമ്മ പെട്ടി റെഡി. ആ ഓക്കെ. Mama, what about that old man? He will be alone here. Moreover, he looks sick. He's coughing too much. ഓൾഡ് മാൻ. അയാൾ ചത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. Who cares? ഓ, നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്നവരെ അങ്ങനെ ചാവത്തൊന്നുമില്ല. Mama, da uncle vanu. ഡേ, നീ ആ ചെറിയ പെട്ടി എടുത്ത് കാറി കൊണ്ടുപോയി. അമ്മ, ലെറ്റ്സ് ഗോ. കം. യെസ്. ട്രീസ, ഐ ആം റെഡി. നമുക്ക് പോവാം. ബാ. അതെ, ഞങ്ങൾ ഇറങ്ങാ. കമ്പനിയിൽ വേറെ ആളൊന്നും ഇല്ലാന്ന് ഓർത്തോണം. ഇടയ്ക്കൊന്ന് പോയി നോക്കിയേക്കണം. ദാ വീടിന്റെ ചാവി. ഹോ, ഞാൻ അന്താളിച്ചു പോയി. അന്ന് ഞാൻ ജോസേട്ടന്റെ കൂടെ അവിടെ കഴിച്ചു കൂട്ടി. ജോസേട്ടാ, ഇന്ന് ജോസേട്ടനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷണം എന്റെ കാറിൽ വെച്ചിട്ടുണ്ട്. എന്തിനാ രാജ ഇത്ര കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നത്? ഇവിടെ അകത്തുണ്ടാവും നമുക്കുള്ളത്. ഓ, എനിക്കറിയാം. അകത്ത് നല്ല കോഴി ബിരിയാണി വെച്ചിട്ടുണ്ടാവും. തൽക്കാലം ഇന്ന് ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചാൽ മതി. ഞാനത് എടുത്തിട്ട് ഇപ്പൊ വരാം. അന്ന് സന്ധ്യയായപ്പോ ജോസേട്ടനെ ഒറ്റയ്ക്കാക്കി പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനവിടെ ഇരുന്നു. ജോസേട്ടനോട് ഞാൻ ചോദിച്ചു, ജോസേട്ടാ, നേരെ സന്ധ്യയായി, ഞാൻ പൊക്കോട്ടെ? ഇന്ന് നീ എന്റെ കൂടെ ചെലവഴിക്ക്. നാളെ കുറച്ച് ലേറ്റായി ജോലിക്ക് പോയാൽ പോരെ? വേറൊന്നും കൊണ്ടല്ല, നിന്റെ കൂടെ ഒന്നും മിണ്ടിയും പറഞ്ഞു ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ടാ. ഒരുപാട് നാളായല്ലേ രാജ നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട്. ശരി, ഞാനിവിടെ ഉണ്ടാവും. എന്റെ ഭാര്യയും മക്കളും പാവങ്ങളാ. അവർക്ക് എന്നോട് വെറുപ്പൊന്നുമില്ലടോ. ഞാൻ ടാക്സി ഓടിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ. അവര് പറയുന്നത് ശരിയല്ലേ? എന്റെ കുടുംബമാണെങ്കിൽ അവരിന്ന് വലിയ നിലയില, വലിയ വലിയ നിലയിലുള്ളവരോടാ അവരിന്ന് ഡീൽ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അവരുടെ നിലയിലേക്ക് ഉയരാൻ പറ്റുന്നില്ല. അതാണ് എന്റെ തെറ്റാണത്. ജോസേട്ടൻ വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാവും. എനിക്ക് വിഷമൊന്നുമില്ലടോ. അവർക്ക് വേണ്ടി എന്റെ ടാക്സി ഉദ്യോഗം നിർത്തിയാലോ എന്ന് വരെ ഇപ്പോ ഞാൻ ആലോചിക്കുക. നീ എന്ത് പറയുന്നു? വളരെ നല്ല കാര്യമാണത്. സത്യത്തിൽ ഞാൻ ഈ കാര്യം ജോസേട്ടനോട് എങ്ങനെ പറയണം എന്നാലോചിച്ചിരിക്കുകയായിരുന്നു. ജോസേട്ടനും കുടുംബവും എന്നും സന്തോഷത്തോടെ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സന്തോഷത്തിന് എനിക്ക് എന്താ ഒരു കുറവ്? എന്റെ കുടുംബത്തെ ഇന്ന് ഈ നിലയ്ക്കെത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലേ?
രാജ, നമുക്ക് പുറത്തേക്കൊന്ന് നടന്നാലോ? നടക്കാം. ആ രാജ, ഞാൻ പോയി ഒന്ന് ഉടുപ്പ് മാറിയിട്ട് വരാം. ആയിക്കോട്ടെ. രാജ, ആദ്യമായിട്ടല്ലേ നീ ഓഫീസിൽ വരുന്നത്? വളരെ മനോഹരമായിരിക്കുന്നല്ലോ. മനോഹരമൊക്കെ തന്നെ, പക്ഷെ ഇതിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നല്ലതല്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത്രയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല രാജ, ഇനി എന്ത് വേണം? അതൊന്നും കാര്യമാക്കണ്ട ജോസേട്ടാ, അതെല്ലാം ശരിയായിക്കോളും. ഞാനൊന്നും കാര്യമാക്കുന്നില്ല. അങ്ങോട്ട് പോവാ. ജോസേട്ടന്റെ കാറാകെ പൊടി പിടിച്ച് കിടക്കുന്നല്ലോ. ആരും തുടയ്ക്കാറൊന്നുമില്ലേ? ആര് തുടയ്ക്കാനാ രാജ? ഒരാഴ്ചയെ ഞാൻ ഇവിടെ ഒന്ന് തൊട്ടിട്ട്. നാളെ നമുക്ക് ഇവിടെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരിയാക്കണം. എന്താ? നല്ല കാര്യം, നല്ല കാര്യം. എന്റെ സന്തോഷവും ദുഃഖവും എല്ലാം പേറി എന്നെ കൊണ്ട് നടന്നവളാവൾ, എന്റെ ഉയർച്ചയും കണ്ടവൾ. ആ ജോസേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. നല്ല മഞ്ഞുണ്ട്. രാജ, ഞാൻ നിന്നോട് എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, എന്നെ വല്ലാതെ വേദനിപ്പിച്ച കാര്യങ്ങൾ. നീ മദ്യപിച്ചിട്ടുണ്ടോടാ? ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. എന്താ ഈ മദ്യപിക്കാൻ പാടില്ലേ? എന്താടാ പറഞ്ഞത്? ധിക്കാരി! സ്വന്തം തന്തയോടാണ് ധിക്കാരം പറയുന്നത്. തന്തയാണെന്ന് നോക്കില്ല, ഇങ്ങനെ തൊട്ടാണല്ലോ. വേണ്ട മോനെ, വേണ്ട. അതിന്റെ പാവം കൂടെ നീ പേരണ്ട. യേശുവേ, ഈ പുത്തൻ തലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ലല്ലോ കർത്താവേ. മാതാപിതാക്കളുടെ ബഹുമാനമില്ലാത്ത ഈ തലമുറയെ കാത്തുരക്ഷിക്കണമേ എന്റെ കർത്താവേ. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ സമയത്ത് ട്രീസയും കൂടെ അവനെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അവൻ എന്നെ വല്ലാതെ വെറുക്കാൻ തുടങ്ങി. കുട്ടികളല്ല ജോസേട്ടാ, അവർക്ക് എന്തറിയാം? മകൾക്ക് സ്നേഹക്കുറവൊന്നുമില്ലല്ലോ. ഇപ്പോഴും സ്നേഹമില്ലായ്മയൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം
ആരുടെ പയ്യൻ ഞാൻ കണ്ടത്? നിന്നോടാ ഞാൻ ചോദിച്ചത്. He is my boyfriend. What's your problem? എന്താ? ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. നിങ്ങളുടെ മോൾ ഒരു പയ്യനോട് സംസാരിച്ചു എന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ ചീഞ്ഞ് നാറിയ ജീവിതമേ അറിയൂ. അവളുടെ കാര്യം നോക്കാൻ അവൾക്കറിയാം. ജൂലി, കം. You, old-fashioned man. അത് കഴിഞ്ഞതോടെ അവളും എന്നോട് മിണ്ടാതായി. മക്കളുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിൽക്കാൻ അവരുടെ അമ്മയും. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ ഒന്നും പറയാൻ പറ്റില്ല. ഓ ജോസേട്ടാ, സമയം ഒരുപാടായി, നമുക്ക് പോയി കിടക്കാം. രാജ, നീ കൂടെയുള്ളപ്പോ സമയം പോകുന്നത് അറിയുന്നില്ല. വാ, പോയി കിടക്കാം. ആ ലൈറ്റ് അണച്ചേക്ക് രാജ. Dad, why can't you sell this old car and do business with Mama? Yes, Dad. It's an old car. And it's too dirty. I feel shame before my friends. ഞാൻ ഡാഡിയോട് ഇത് പറഞ്ഞു മടുത്തു. നല്ല നിലയും വിലയും ഉള്ളവരുമായിട്ടാണ് ഞാനിപ്പോൾ ബിസിനസ് ചെയ്യുന്നത്. അവരോടൊക്കെ എന്റെ ഭർത്താവ് ഒരു ടാക്സി ഡ്രൈവർ ആണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാ. നിങ്ങൾക്ക് ഈ ചീഞ്ഞ് നാറിയ ജീവിതമേ അറിയൂ. അവളുടെ കാര്യം നോക്കാൻ അവൾക്കറിയാം. തന്തേന്ന് നോക്കില്ലേ ഇങ്ങനെ തൊട്ടാണല്ലോ. You, old-fashioned man. മാറിയിട്ട് മനുഷ്യൻ ഇരിക്കാൻ വയ്യ. അതെങ്ങനെയാ? വൃത്തിയിലും വെടുപ്പിലും ജീവിച്ച ശീലമില്ലല്ലോ.
ജോസേട്ടാ ജോസേട്ടാ അയ്യോ അയ്യോ എന്ത് പറ്റി ജോസേട്ടാ ജോസേട്ടാ എന്റെ ദൈവമേ വെള്ളം കുടിക്കും ജോസേട്ടാ 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 Ah